ഈ പ്രണയവും പ്രേമവും കാമവും എങ്ങനെയാണൊന്ന് വേർതിരിക്കുന്നത്? പ്രണയവും പ്രേമവും അനുരാഗമൊക്കെ ഒന്ന് തന്നെയാണ്. അത് ആത്മാവിൻ്റെ അഗാധതയില്ല, ആത്മാവിൻ്റെ ഉള്ളിലെ തേൻതുള്ളിയാണ് പ്രേമം എന്ന് പറയുന്നത് അല്ലേ. അതിപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു കൊടുക്കാൻ പറ്റില്ല, അവരെടുക്കണം വന്നിട്ട്. തീർച്ചയായും അതാണ് പ്രേമം. പിന്നെ കാമം എന്ന് പറഞ്ഞാൽ അത് സർവ്വസാധാരണമാണ് സാർ. ഇന്നിപ്പോൾ എല്ലാ മേഖലയിലും സ്ത്രീയെ ശരീരമായിട്ടാണ് കാണുന്നത് അല്ലേ. സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളുടെ സൗന്ദര്യത്തിലൂടെ അയാൾ മോഹിക്കുന്നത് അവരുടെ ശരീരത്തെയാണ്. ഒരാളുടെ സൗന്ദര്യം കണ്ട് മോഹിക്കുക, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇപ്പം ഉണ്ടോ? ലവ് അല്ല, ഇപ്പം അതാണ് ഒരു കാമം ഉണ്ടാവും. ഒന്നാമത്തെ നോട്ടത്തിൽ ഒരു സ്ത്രീയോട് കാമം തോന്നുന്നു പുരുഷന്, ഇപ്പം സ്വന്തമാക്കാൻ വേണ്ടി പ്രണയം നടിക്കുന്നു. അങ്ങനെ പലതും ഉണ്ട്. അതല്ലാതെ ഇപ്പം പല ഫീൽഡിലുള്ളതാണ്. ശരീരമുണ്ടെങ്കിലേ ഞാൻ നിനക്ക് അത് ആ റോള് തരാം, അല്ലെങ്കിൽ നിന്നെ അതിൽ അഭിനയിപ്പിക്കാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സിനിമാ മേഖലയിൽ പുതിയ സംഭവ വികാസങ്ങൾ സമൂഹത്തിലൊരു വലിയ മാറ്റമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്? അത് വല്ലാത്തൊരു ആഘാതമായിട്ടാണ്, ഒരു പരിക്ക് കൊണ്ട് മനുഷ്യന്മാർ മാറൂലേ. അതേപോലെ നമ്മളൊക്കെ ജീവനും ജീവിതവുമായി കണ്ടിരുന്ന സിനിമാ ലോകം ഇപ്പം സിനിമയെ തന്നെ വെറുപ്പായിരിക്കുക ആൾക്കാർ. നമ്മൾ എന്തെങ്കിലും ആൾക്കാർ പറയുമ്പോൾ, ഞങ്ങളൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ആളുകൾ പറയുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും. ആൾക്കാർ പറയണം എന്ത് സിനിമ, ഒരു സിനിമയും കാണണ്ട ലൈഫിൽ, എന്താണ് ഇങ്ങനത്തെ ആൾക്കാർ. പക്ഷേ നമ്മൾ ഇപ്പോൾ ദിലീപിൻ്റെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ദിലീപ് നമ്മുടെ സ്വന്തക്കാരനായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ദിലീപിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചു അയ്യോ ദിലീപൊക്കെ ഇങ്ങനെയോ. അതേപോലെ അതിജീവിതേൻ്റെ പ്രശ്നം, അതിജീവിത എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത്, എന്തെല്ലാം. ഒരു സ്ത്രീക്ക് ശരിക്കും അരക്ഷിതത്വവും അരാജകത്വമൊക്കെ അല്ല അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് നമുക്ക് തോന്നി. പക്ഷെ അതിനേക്കാൾ വലിയ ആഘാതമാണ് ഇപ്പം ഉണ്ടായത്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ലാലേട്ടനും, നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ മമ്മൂക്ക, നമ്മുടെ മുകേഷ് ഏട്ടൻ, നമ്മുടെ ഇന്നസെൻ്റ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇതുവരെ. അപ്പം നമ്മൾ അവരിൽ നിന്നും സമൂഹത്തിന് ഒരു അകൽച്ച ഉണ്ട് മാനസികമായിട്ട്. അവർ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല, തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല. ഇപ്പം ഇത് ജനങ്ങൾക്കുള്ളിൽ ഒരു എന്താ പറയുക, ഒരു ഡൈക്കോട്ടമിയോ കൺഫ്യൂഷനോ ഒരു തരം വെറുപ്പോ, അവര് തന്നെത്താൻ വെറുക്കുന്നൊരവസ്ഥ, അവനവനെ തന്നെ വെറുത്തു പോകുന്നൊരവസ്ഥ. കാരണം നമ്മളെക്കാൾ നമ്മൾ വിശ്വസിച്ചത് അവരെയാണ്. അഭിനയവും അവരുടെ, നമുക്ക് നല്ല നല്ല കലാകാരന്മാരുണ്ടല്ലേ, നല്ല നമ്മളെ ഓരോ നമ്മുടെ നായകന്മാര് മാത്രമല്ല എല്ലാ നടീനടന്മാരും അസാമാന്യമായ കഴിവുള്ളവരാണ്. അത് ലോക സിനിമ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ പതനം. കാരണം ഇപ്പോൾ ഓണത്തിനൊക്കെ സിനിമ പുറത്തിറക്കാൻ കഴിയാണ്ട് പ്രൊഡ്യൂസർമാരൊക്കെ ഇനി എന്താ ചെയ്യുക, കോടികൾ കടം വാങ്ങിയിട്ടൊക്കെ ചെയ്യുന്നില്ലേ സിനിമകൾ, അവരൊക്കെയല്ലേ ഇപ്പം തകർന്നിരിക്കുന്നത്. അപ്പോൾ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്നത് വലിയ പാപമാണ് എന്നുള്ള ഒരു ആശയം ഈ സമൂഹത്തിൻ്റെ തലച്ചോറിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കുന്ന സിനിമ ഞങ്ങൾക്ക് വേണ്ടാന്നാണ് ആൾക്കാർ പറയുന്നത്, ഞാൻ കേട്ടതാണ്. അപ്പോൾ നമ്മളൊക്കെ സന്തോഷിക്കാൻ പോകുന്ന സ്ഥലമാണ് അല്ലേ സിനിമ എന്ന് പറഞ്ഞാൽ. ഒരു ലോകമാണത്, നമ്മളെ ആത്മാവിനെ വശീകരിക്കുന്ന ഒരു സംഭവമാണ് സിനിമ. ഏത് കലാരൂപത്തിനേക്കാളും ഏറ്റവും ശക്തമായത് ദൃശ്യാവിഷ്കാരം. ഈ ദൃശ്യത്തിലൂടെ എന്താ പറയുക, നമ്മൾ ചെറിയ എന്തെങ്കിലും കണ്ടാൽ പോരാ, നമുക്ക് തിയേറ്ററിൽ പോയി കാണണം. അതൊക്കെ നമ്മളൊരു വലിയൊരു ആഘോഷമായിരുന്നു അല്ലേ, ആഡംബരം. ജീവിതം ആദ്യത്തെ ടിക്കറ്റ് എടുക്കണം, ആദ്യത്തെ ഷോ കാണണം, അതിൽ നിന്നൊരു ഒരുപാട് മാറ്റം വന്നു. തിയേറ്ററിൽ ആള് പോവാതിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ട്. പക്ഷെ അതൊക്കെ ഇനി മാറണം. കാരണം സിനിമ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റൂല. കാരണം സിനിമയിൽ അഴിച്ചുപണി നടക്കണം. അമ്മേൻ്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. സിനിമയിൽ സ്ത്രീത്വത്തിനെ ആദരിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളിലൂടെ മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് സമൂഹത്തിന് ബോധ്യപ്പെടണം. കാരണം സമൂഹം ഇപ്പം വിശ്വസിച്ചിരിക്കുന്നത് അത് ഏതോ ഒരു ലോകമാണ്. കാരണം സ്ത്രീകൾക്ക് ഇങ്ങനെ ആയാലേ അവിടെ പിടിച്ചു നിൽക്കാനാവുള്ളൂ. അത് തെറ്റാണ്. എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല അവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ അത് മുഴുവനും തെറ്റാണെന്നും പറയാൻ പറ്റില്ല. ആൾക്കാർ അതിനുള്ള തെളിവുമായിട്ട് പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, സിനിമയിൽ മാത്രമുള്ള കാര്യമല്ല, എല്ലാ മേഖലയിലുള്ള സംഗതികളാണ് ഇതൊക്കെ. ചൂഷണം, സ്ത്രീയുടെ ശരീരത്തെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ സ്ത്രീയാണ് ആദ്യം വിചാരിക്കുന്നത്. അപ്പം സ്ത്രീകൾക്കുള്ള പ്രശ്നം എന്താ അറിയോ,
താൻ അബലയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അതെ അതെ. അപ്പൊ തൻ്റെ ഉള്ളിലുള്ള ശക്തി എന്താണെന്നറിയില്ല. അതെ അതെ. അബല പ്രബല ആകുമ്പോഴാണല്ലോ ആ ശക്തി വെളിയിൽ കാണുന്നത്. അപ്പൊ അവര് പരമ്പരാഗതമായിട്ട് അവരിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള അടിമത്തം അത് അവരുടെ ഉള്ളിലുണ്ട്. അവർ പറയുകയാണ്, എന്നിട്ട് അവർ പറയാണ് ഞാൻ അടിമയാണെന്ന്. പക്ഷെ അവരതിൽ നിന്ന് കുടഞ്ഞു കുതറി മുന്നോട്ട് വരാൻ തയ്യാറാവുന്നില്ല. മിക്ക സ്ത്രീകളും അവർ നിശബ്ദയായി പോവുകയാണ്. ഒരാൾ അവരെ ബലാത്കാരമായിട്ട് ഒരു പുരുഷൻ അവരെ ആക്രമിച്ച് കീഴടക്കാൻ അവർക്ക് ഒരു പ്രയാസവും ഇല്ല. ഒരു മുറിയിൽ ഒറ്റപ്പെട്ടു പോയാൽ മതി. ഒരു സ്ത്രീനെ ഇല്ലാണ്ടാക്കാൻ അവർ വിചാരിച്ച സാധിക്കും. സ്ത്രീകൾക്ക് ശാരീരികമായിട്ട് കരുത്തില്ല. പക്ഷെ അതിനൊക്കെ നേരിടാൻ വേണ്ടി ഉള്ള ശാരീരികമായ നമുക്ക് മാനസികമായി ഏറ്റവും കരുത്തുള്ള ഒരു സ്ത്രീകളാട്ടോ പുരുഷന്മാരെക്കാൾ ഞാൻ പറയും. പക്ഷേ സ്ത്രീകൾക്ക് കായികമായി കരുത്തില്ല. അത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ അവരെ കായിക ബലത്തിലേക്ക് ആക്കി കൊണ്ടുവരണം. ഇനിയുള്ള തലമുറ അവർക്ക് ചെറുക്കാനുള്ള ഒരു കരുത്തുണ്ടാവണം. മാനസികമായിട്ട് നോ എന്ന് പറയാൻ പറ്റണം. ഒരു സിനിമയിൽ അയ്യോ വലിയൊരാളല്ലേ ഞാനെങ്ങനെയാ അത് പറയുക എന്നൊരു അങ്ങനെ ഒരു ഇതുണ്ട്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരെ തൻ്റെ ബോസ് ഏറ്റവും വലിയ ബോസാണ്. അയ്യോ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ഞാൻ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ മോശമായിട്ട് പെരുമാറിയാലും അതൊന്നും ആരോടും മിണ്ടാതെ സഹിച്ച് ഉള്ളിൽ കരഞ്ഞ് ജീവിക്കുന്ന എത്രയോ പെണ്ണുങ്ങളൊന്നും. അതിനൊക്കെ മാറ്റം വരുത്തുമ്പോഴാണ് സ്ത്രീകൾക്ക് സ്ത്രീകളായിട്ട് ജീവിക്കാൻ പറ്റുക. പുരുഷ പീഡനം എന്നുണ്ടോ? പുരുഷ പീഡനം ഉണ്ട് എന്നാ പറയുന്നത്. ഇനി പുരുഷന്മാര് സ്ത്രീകളുടെ പുരുഷ പീഡനം എന്ന് പറയുന്നത് എന്താ അറിയാം, സ്ത്രീകൾ സ്വതന്ത്രകളായിട്ട് ജീവിക്കാൻ തുടങ്ങും. ഈ വീട്ടിലെ ജോലി എൻ്റെ മാത്രം പണിയല്ല, നിങ്ങളും കൂടെ ചെയ്യണം. ഇക്വാലിറ്റി അവർ അതിനു വേണ്ടി വീടിൻ്റെ ഉള്ളിൽ മുറവിളി കൂട്ടുമ്പോഴാണ് പുരുഷന്മാർ അവരെ പീഡനാണെന്ന് പറയുന്നത് മിക്കവാറും. പിന്നെ പുരുഷന്മാരെ അടിമകളാക്കി വെക്കുന്ന സ്ത്രീകളും എത്രയോ ഉണ്ട്. ഭാര്യയെ പേടിച്ച് ജീവിക്കുന്നവരുണ്ട്. അതൊക്കെ അവരുടെ കാര്യം. അവർക്ക് അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ അവർ തന്നെ പരിശ്രമിക്കണം. പക്ഷെ സ്ത്രീകൾക്ക് പൊതുവെ സമൂഹത്തിലുള്ള അവർ ചൂഷിതരാണ്. ഈ ചൂഷകന്മാർ ഇന്നും സ്ത്രീകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചു. കാരണം നമുക്ക് സമൂഹം ഓരോരോ ദിവസം ഓരോരോ കഥകളാണല്ലേ, വിചാരിക്കാത്ത ആളുകളിൽ നിന്നും വലിയ 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 പ്രത്യാഘാതങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ശരിക്കും ആരെയും വിശ്വാസമില്ല അല്ലേ, ഒരാളെയും വിശ്വാസമില്ല. ഇപ്പം സ്ത്രീകൾക്കായാലും ശരി, ഇന്നിപ്പോൾ ഒരാൾ വിളിക്കുകയാണ്, നമുക്കൊന്ന് അങ്ങോട്ട് പോവാം, ഒരുമിച്ച് പോവാന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ കണ്ട പ്രായത്തിലും ഒരു ചിന്ത മനസ്സിൽ കൂടി ഒരു മിന്നായം പോലെ എങ്ങനെ കടന്നു വരും. അതെന്താ വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ഒരു അധമ ബോധമുണ്ട്. അപ്പം ഞാനൊരു സ്ത്രീയാണ്, അയ്യോ ആളുകൾ എന്താ വിചാരിക്കുക, ഞാനിപ്പോൾ അയാളെ കൂടെ അങ്ങോട്ട് പോയാൽ ആളുകൾ എന്താ വിചാരിക്കുക, ആ ഒരു ബോധം എന്നാണോ സ്ത്രീയിൽ നിന്നുള്ളോ അതില്ലാണ്ടാവണമെങ്കിൽ ആദ്യം സമൂഹം മാറണം. സമൂഹം പറയരുത് അവരെന്തിനാ പോയത്, അവളെ സുഹൃത്തിൻ്റെ കൂടെയാണ് ആ കാറ് പോയത്, അതിനെന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന ഒരു കാലം വരണം. അല്ലാതെ അവരെന്തിനാ അങ്ങനെ പോയത് അയാളെ കൂടെ, അങ്ങനെ ചോദിക്കുന്നോണ്ട് സമൂഹത്തിന്റെ കുഴപ്പം മാറിയതിന് സ്ത്രീകൾ മാറുള്ളൂ. സ്ത്രീകൾ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ കാലം വരുമായിരിക്കുമല്ലേ, ഇനി അങ്ങോട്ട് വരും. എനിക്ക് തോന്നുന്നു ഒരു 10 കൊല്ലം കൊണ്ട് വിവാഹം തന്നെ ഇല്ലാണ്ടാവും കേട്ടോ. ഓഷോ പറഞ്ഞെന്താ പറയുക വിവാഹത്തിനെ കുറിച്ച്, പിന്നെ കാമുകി പനിനീർ പൂവും ഭാര്യ പ്ലാസ്റ്റിക് പൂവാന്ന് പറഞ്ഞു. ലോകത്തിൽ നശിക്കാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് പ്ലാസ്റ്റിക് ആണല്ലോ. പനിനീർ പൂവ് എന്താണ്, നൈസർഗികമാണ്. അത് മണ്ണിൽ വീണ് അത് വാടി കൊഴിഞ്ഞ് മണ്ണിൽ വീണ് അത് പിന്നെയും തളിർത്ത് വീണ്ടും അതൊരു ചെടിയായിട്ട് മാറും. പ്ലാസ്റ്റിക് പൂവ് എന്താണ്, ഒരിക്കലും ഇനി മണ്ണിലിട്ടാലും ചളിയിലിട്ടാലും അതവിടെ കിടന്നോളൂ. അതാണ് ഭാര്യയും കാമുകിയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞത്, ദൈവം അഗ്നി കണ്ടുപിടിച്ചു, മനുഷ്യൻ അഗ്നിശമന യന്ത്രവും. അതാണ് വിവാഹത്തിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. മുൻപ് എന്നോ വായിച്ചതാണ്. ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അത് കൂടി ആണ് പല ചിന്താ വിചാരധാരകളൊക്കെ നമ്മളെ ചിന്തകളെ ഉണർത്തുക ചെയ്യുക. നമ്മളിപ്പോൾ പുസ്തകം വായിച്ചാൽ പിന്നെ നമ്മൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ അറിവുകളൊക്കെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ ശേഖരിക്കപ്പെടും. പിന്നെ നല്ല ലേഖനങ്ങളൊക്കെയാണ് ഞാൻ വായിക്കട്ടോ. പുസ്തകങ്ങൾ, നോവല്, കഥയൊക്കെ മുൻപ് വായിച്ചിരുന്നു. പിന്നെ ഇപ്പോഴൊക്കെ നല്ല നല്ല ലേഖനങ്ങൾ ചെറുപ്പത്തിലേ ഞാൻ വായിക്കുന്നുണ്ട്. പദസമ്പത്ത് ഉണ്ടാവും നമുക്ക്. അത് നമ്മളെ കരുതി കൂട്ടിയിട്ടല്ല, നമ്മൾ ആർജിക്കുന്നതാണ്.
ഇനി എന്തൊക്കെയാണ് ആർജിക്കാൻ ആഗ്രഹം? ആർജിക്കുക എന്ന് പറഞ്ഞാൽ ഇനി എനിക്ക് ആയുസ്സും പിന്നെ ആരോഗ്യവും ഊർജവും സർഗാത്മകതയും ഉള്ള കാലത്തോളം എഴുതണം എന്നാണ്. എഴുതാൻ എത്രയോ പ്രൊജക്റ്റുകളുണ്ട് മനസ്സിൽ. അപ്പോൾ ഞാൻ നല്ല പിള്ള സാറിനോട് പറയുമായിരുന്നു, സാർ ഇപ്പോൾ 200 പുസ്തകം എഴുതി, ഞാനും പിന്നാലെ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ആമയും മൊയിലും തമ്മിലുള്ള മത്സരം പോലെയാണെന്ന് പറഞ്ഞു. ആമ പിന്നാലെ വരുന്നുണ്ട് സാർ എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ ചിരിക്കുക അദ്ദേഹം. അപ്പോൾ അതേപോലെ എഴുതാൻ വേണ്ടി എഴുതല്ല, നമുക്ക് എഴുതാൻ വേണ്ടി മനസ്സിൽ നമ്മളെ എന്താ പറയുക, നമ്മൾ ഒരു കുട്ടിയെ, ഞാനിപ്പോൾ കിണറ്റിൻ്റെ അടുത്തിൽ ഒരു കുട്ടീനെ വെച്ച് വന്നാൽ എങ്ങനെ ഉണ്ടാവും കിണറ്റിൻ്റെ ഇതിൻ്റെ മേലെ, അതേപോലെയാണ് എഴുതാതെ ഞാൻ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ പോവില്ലേ, ആ സമയത്ത് ഞാൻ എഴുതാൻ പോകുമ്പോൾ അയ്യോ ഞാനിങ്ങനെ സമയം വെറുതെ പാഴാക്കുന്നു, ഓരോ സ്ഥലത്ത് അല്ലെങ്കിൽ വിരുന്നിന് പോകുന്നു, ബന്ധുക്കളെ കൂടെ പോകുന്നു, അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും അയ്യോ ഞാൻ എത്ര സമയമാണ് പാഴാക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ 86 90ാമത്തെ ബുക്കാണ്, ഇപ്പോൾ 4 ബുക്ക് ഇപ്പോൾ ഇറങ്ങും. അപ്പം ഞാൻ എന്താ വെച്ചാൽ ഈ എഴുതുന്ന, അപ്പോൾ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് ചെയ്യട്ടെ എന്നെല്ലാവരും വിചാരിക്കും. പിറ്റേ ദിവസം അടുത്ത പ്രൊജക്റ്റ് തുടങ്ങും. അങ്ങനെയാണ് എഴുതിയത്. ഞാൻ ബാങ്കിൽ മാനേജറായി ഇരുന്ന ആളാണ്. ബാങ്കിൽ ജോലി അറിയാലോ, അത്രയും സംഘർഷമുള്ള ജോലിയാണ് ബാങ്കിൽ. പക്ഷെ ഞാനത് എൻജോയ് ചെയ്ത ആളാണ്. നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ജനങ്ങളെ സേവിക്കാൻ പറ്റും, അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ പറ്റും, അവരുമായിട്ട് നല്ല സൗഹൃദത്തിലാവാൻ പറ്റും. അവരിൽ നിന്ന് ഒരുപാട് കഥകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഗ്രാമീൺ ബാങ്കിലാണ് ജോലി ചെയ്തത്, കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ അവിടെ ഞങ്ങൾ അധികം ഗ്രാമപ്രദേശത്തായിരിക്കും, അത്ര വലിയ ഗ്രാമമൊന്നുമല്ല, ഇപ്പം എല്ലാം പട്ടണമായിട്ട്. അവർക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി കൃഷിക്ക് ലോൺ കൊടുക്കുന്നു, അതേപോലെ അവർക്ക് ബിസിനസ് തുടങ്ങാൻ ലോൺ കൊടുക്കുന്നു. പിന്നെ അതേപോലെ അപ്പോൾ അവർ ബാങ്കിലൊക്കെ വന്നാൽ പല കഥകളും പറയും. കസ്റ്റമർ നമ്മൾ ജോലി ചെയ്തുകൊണ്ട് അവരെ കഥ കേട്ടോണ്ടാണ് ജോലി ചെയ്യുക, പാസ്സാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ അവരുമായിട്ട് ഞാൻ നല്ല ആത്മബന്ധമാണ്, എപ്പോഴും കസ്റ്റമേഴ്സുമായിട്ടുള്ള ബന്ധം. അത് പല കഥകളിലും വന്നിട്ടുണ്ട്.